കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ആരാണ് ഭരണത്തിൽ വരിക എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 24 മണിക്കൂർ ഇല്ല. കാരണം നാളെ 8 മണിക്ക് രാവിലെ എണ്ണി തുടങ്ങും. 8:30 ആകുമ്പോൾ ആദ്യത്തെ ട്രെൻഡ് അറിയാൻ പറ്റും. 9, 10 മണിയൊക്കെ ആകുമ്പോൾ, ഈ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും 10:30 കഴിയുമ്പോൾ നല്ല ട്രെൻഡ് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇനി 24 മണിക്കൂർ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പുതിയൊരു ന്യൂസ് കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് 76 സീറ്റിലോടുകൂടി ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് CPM വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കേരള ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് 76 സീറ്റിലേക്ക് LDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് UDF അധികാരത്തിൽ വരാനും, എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു കൗതുകമുള്ള വാർത്ത കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. 15 സീറ്റ് വരെ BJP പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 15 സീറ്റ് BJP പിടിച്ചാൽ തൂക്കുസഭ വരാനുള്ള സാധ്യതയുമുണ്ട്. കുമ്മനം രാജശേഖരൻ ഇന്ന് രാവിലെ തന്നെ ഒരു പ്രസ്താവന ഇറക്കി. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കും. രാവിലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, തൂക്കുസഭയാണെന്ന്. രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. BJP മുരളീധരൻ പ്രസ്താവന ഇറക്കി. അപ്പോൾ BJP വാളുകളിൽ എല്ലാവരും കാർഡ് രൂപത്തിലും പല രൂപത്തിലും നേതാക്കളുടെ പടവും ഫോട്ടോയൊക്കെ വെച്ച് കേരളത്തിൽ BJP 15 സീറ്റ് വരെ പിടിക്കുമെന്നുള്ള കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി ട്രോളുകളും കാർഡുകളും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതേസമയം പിന്നെ കൃത്യമായി ഒരു ഇടതുപക്ഷത്തിന് 76 സീറ്റ് കിട്ടുമെന്നുള്ള കേരള ഇൻ്റലിജൻസ് ബ്യൂറോയുടെ, നമ്മുടെ കേരള സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുമുണ്ട്. പക്ഷേ 12ഓളം ചാനലുകളും 12ഓളം സർവേ ടീമുകൾ ഈ സഫോളജി അനുസരിച്ചുള്ള പ്രവചനശാസ്ത്രം, ഇലക്ഷൻ പ്രവചനശാസ്ത്രം അനുസരിച്ചുള്ള 12 പ്രവചനങ്ങൾ വന്നതിൽ 12 എണ്ണവും UDFനാണ് പറയുന്നത്. അപ്പോൾ അത് ഒരെണ്ണം പോലും LDFന് പറയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അതുപോലെ വരുമോ എന്നതൊരു ചോദ്യമാണ്. അതുപോലെ പ്രധാനമാണ് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടും അതുപോലെ സംഘടിപ്പിക്കും. ഇതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ സ്വാഭാവികമായി കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കൃത്യമായി നമ്മളൊന്ന് കാത്തിരിക്കണം. 24 മണിക്കൂർ കൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ബംഗാളിൽ വലിയ അട്ടിമറി നടക്കുമെന്നാണ് പറയുന്നത്. മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയി കേസ് പറഞ്ഞ് കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെതിരെ സുപ്രീം കോടതി പോയെങ്കിലും സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷന് രാജ്യത്തെ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അവർക്കിഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സ്വാതന്ത്ര്യം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞു. അങ്ങനെ വീണ്ടും മമതയ്ക്ക് ഒരു അടി കൂടെ കിട്ടി. പിന്നെ അതിനുശേഷം മമത ഈ ലോക്കറുകൾ വച്ചിരിക്കുന്ന സ്ഥലത്ത് പലയിടത്തും പോയി സത്യാഗ്രഹിക്കുക, അല്ലെങ്കിൽ ആളുകളെ പ്രണമുൾക്കാരെ ഇടുക, തുറക്കാതിരിക്കാൻ. ജനാധിപത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്കറിയില്ല. ലോക്കർ തുറക്കുമെന്നുള്ള പേടി, വോട്ടടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടി, മിഷൻ അടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടി, പകരം വേറെ മിഷൻ കൊണ്ടുവയ്ക്കുമെന്നുള്ള പേടി, വളരെ കൃത്യമായി വളരെ ഭയാനകമായ ഒരു രീതിയിലാണ് അതൊക്കെ ശരിയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരിക. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ആകെ ജഗപുകയാണ്. TVK വലിയ വോട്ട് പിടിക്കുമെന്ന് പറയുന്നു തമിഴ് വെട്രി കഴകം വിജയ്. അപ്പോൾ മറ്റുള്ളവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതറിയില്ല. സ്റ്റാലിന് ഒരു ഭീഷണി ഉണ്ട് എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഹിമാചൽ പ്രദേശിൽ അങ്ങനെ പ്രശ്നമില്ല, മാമ ജയിച്ചിരിക്കും. പിന്നെ ഉള്ളത് പുതുച്ചേരിയാണ്. പുതുച്ചേരിയിൽ തീർച്ചയായിട്ടും NDA മുന്നണി ആണ് ഇപ്പോഴും ഭരിക്കുന്നത്. അത് വലിയ പരിക്കില്ലാതെ NDA മുന്നണി വരും. അപ്പോൾ ഈ രാജ്യത്തെ 3 സ്ഥലങ്ങളിൽ NDA മുന്നണി വരികയും, അതായത് പുതുച്ചേരി, ഹിമാചൽ പ്രദേശ്, പിന്നെ ബംഗാൾ, ഒരിടത്ത് സ്റ്റാലിൻ മാറുകയും ഇവിടെ പിണറായി മാറുകയും ചെയ്താൽ വളരെ വലിയൊരു റിസൾട്ടായിരിക്കും അത്. അങ്ങനെ CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഈ മത്സര രംഗത്ത് നിന്ന് MLAമാർ MP മാരൊക്കെ വരുന്ന രംഗത്ത് നിന്ന്, ഭരണത്തിലേക്ക് വരുന്ന രംഗത്ത് നിന്ന് CPM മാറി നിൽക്കേണ്ടി വരും. അത് CPMനുണ്ടാക്കുന്ന ക്ഷീണം വളരെ വലുതായിരിക്കും. അപ്പോൾ കേരള ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ശരിയാകുമോ, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ശരിയാകുമോ, അങ്ങനെ ഏത് റിപ്പോർട്ടാണ് ശരിയാവുക? ഇനി അതല്ല, ആ റിപ്പോർട്ടുകളെ എല്ലാം കടകം മറിച്ചുകൊണ്ട് പൂഴിക്കടകനാക്കിക്കൊണ്ട് മറ്റ് ചില റിപ്പോർട്ടുകൾ വന്നല്ലോ, 10-12 റിപ്പോർട്ടുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നല്ലോ, മാധ്യമങ്ങളിലൊക്കെ. ആ റിപ്പോർട്ടായിരിക്കുമോ ഇവിടെ പ്രാബല്യത്തിൽ വരികയെന്ന് നമുക്ക് തിരിച്ചറിയില്ല. ഒരു 4-5 മന്ത്രിമാരൊഴിച്ച് ബാക്കിയെല്ലാവരും ജയിക്കും എന്നാണ് ഇടതുമുന്നണിയുടെ കണക്ക് കൂട്ടൽ. എന്നാൽ 1 ഡസനിലധികം മന്ത്രിമാർ തോറ്റുപോകുമെന്നാണ് UDFൻ്റെ കണക്ക് കൂട്ടൽ.
എന്തായാലും രസകരമാണ്, വളരെ രസകരമാണ്. ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ ഓരോ വിക്കറ്റുകളും വീഴുന്നതും പിന്നെ എന്താണ് റണ്ണൗട്ട് ആവുന്നതും പിന്നെ ഹിറ്റ് വിക്കറ്റ് ആകുന്നതും എല്ലാം നമുക്ക് നാളെ കാണാം. വളരെ തുടക്കത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ എതിരാളിക്ക് ഒരു അവസരവും കൊടുക്കാതെ ഭൂരിപക്ഷം കയറ്റിവിടുന്നവരെ കാണാം. കൃത്യം മാറി മാറി ഭൂരിപക്ഷം വരുന്നവരെ കാണാം. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ഇലക്ഷൻ ട്രെൻഡ് നാളെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 10-10:30 മണിയൊക്കെ ആകുമ്പോൾ, ഈ സമയമൊക്കെ ആകുമ്പോൾ, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സമ്പൂർണ്ണ ട്രെൻഡ് അറിയാൻ പറ്റും. UDF തരംഗമാണോ, LDF വീണ്ടും വരുമോ, BJP തൂക്കുമോ, BJP നിശ്ചയിക്കുമോ, മമത വീഴുമോ, ഇങ്ങനെ സ്റ്റാലിൻ എന്ത് സംഭവിക്കും? ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു 10-24 മണിക്കൂർ കൂടി എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം. കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയാണോ മിടുക്കന്മാർ, കേരള ഇൻ്റലിജൻസ് ബ്യൂറോയാണോ മിടുക്കന്മാർ, ആരാണ് ശരിക്കും മിടുക്കന്മാരെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും LDF കോൺഫിഡൻസിലാണ്, UDF അമിത ആവേശത്തിലുമാണ്.